And this is the view. Wow. സുഖിക്കുന്നുണ്ടല്ലേ? ഓ ഇവിടുത്തെ വാഷ് ബേസിൽ ലൈറ്റ് ഇങ്ങനെ കയറുന്നേ ഏകദേശം ഒരു 75 to 80 ഡിഗ്രി. ഒരു ഉച്ചമായിട്ട് എനിക്ക് കാല് നീളില്ലാന്നുകൊണ്ട് എല്ലാവരും എന്റെ ബാക്കിൽ ഒരു മൂലയ്ക്ക് എന്നെ അടിച്ചമർത്തിയിരിക്കുകയാണ്. ആരും കാണുന്നില്ല. ഹലോ ഗൈസ്, ഞങ്ങളിപ്പോ കോഴിക്കോടാണ്. ഒരു ട്രിപ്പിനായി വന്നതാണ്. എല്ലാരും ഉണ്ട്. ഞങ്ങളിപ്പോ ഇനി വയനാട് പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കാണ്. വന്നപ്പോ വ്ലോഗ് എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ തിന്നുന്ന ബിസിയിൽ അതൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇനി വൈകിക്കുന്നില്ല, ഞങ്ങൾ വേഗം കറി പോകട്ടെ. ഹലോ ഗൈസ്, ഹായ്. ഞങ്ങളൊരു വയനാട് ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഓൺ ദ വേ ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട് വന്ന് ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് വന്ന് അവിടെ നിന്ന് റെഡിയായി ഞങ്ങൾ പോവാൻ കാറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ആരും കാണുന്നില്ല. സോ ഞങ്ങള് വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. എനിക്ക് കാലിന് നീളില്ല എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാരും കൂടെ എന്റെ ബാക്കിൽ ഒരു മൂലയ്ക്ക് എന്നെ അടിച്ചമർത്തിയിരിക്കുകയാണ്. പക്ഷെ കാര്യമില്ല, ഞാൻ അതൊന്നും എന്നെ തളർത്താൻ പറ്റില്ല. ഞാൻ ഫുൾ ജോഷിലാണ്. പാട്ടൊക്കെ വെച്ചിട്ട് പോകുന്ന ഫസ്റ്റ് വിശക്കുന്നു. അത് കാരണം ബ്രേക്ക്ഫാസ്റ്റിന്റെ സ്ഥലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടേക്കാണ് ബ്രേക്ക്ഫാസ്റ്റ്? വൈറ്റ് ഹൗസ്. സോ വൈറ്റ് ഹൗസിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എനർജറ്റിക് ആയിട്ട് വീണ്ടും നമ്മൾ യാത്ര തുടരുന്നതാണ്. ഇപ്പോൾ എന്നെയും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ഒരു ഉച്ചമായിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ കൂടി വയനാട്ടിലൊരു സ്റ്റേയിലേക്ക് വന്നാണ്. ഈദൻ ഫോക്ക് പ്രീമിയം വില്ല. ഇവിടെ ഒരു മിനി ട്രക്കിംഗ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഫസ്റ്റ് അട്രാക്ഷൻ, ഞാൻ ഫസ്റ്റ് എന്റെ കണ്ണിൽപ്പെട്ടത് ചിൽഡ്രൻസ് പാർക്കാണ്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി നല്ലൊരു പാർക്കുണ്ട്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇതാണ്. ഒരു സ്വിംഗ് ആണ്, പിന്നെ സ്ലൈഡ് ഉണ്ട്. സോ നിങ്ങൾ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ആടാൻ പറ്റുന്നില്ല. സോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ നീണ്ട യാത്രകൾക്കൊടുവിൽ ഞങ്ങളുടെ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. എന്താണ് എന്റെ പേര്? ഈദൻ ഫോക്ക്. ഓക്കെ, ഈദൻ ഫോക്ക്. ഏതൻ തോട്ടമെന്നല്ലേ, അതേപോലെ ഈദൻ ഫോക്ക്. സോ വന്നതും ഞാൻ ഫസ്റ്റ് കയറിയത് ഈ ഊഞ്ഞാലിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ വരുന്ന വഴി നല്ലതായിരുന്നു. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഓഫ് റോഡിലൂടെ ഒരു ചായ എസ്റ്റേറ്റിന്റെ നടുവിലൂടെ സഞ്ചരിച്ചാണ് ഇവിടെ എത്തിയത്. അതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. സോ ഇനി ഞങ്ങൾ പോയി ഒന്ന് ഫ്രഷ് ആയി അടിച്ചു പൊളിക്കാൻ പോകും. അതെ, അതെ, ഒരു സാധനം ഉണ്ട് കേട്ടോ ഇങ്ങനെ കയറുന്നേ. ഏകദേശം ഒരു 75 to 80 ഡിഗ്രി. 55-60 ഡിഗ്രിയിൽ. അത് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് വണ്ടിയിൽ കയറി. ഇതാണ് ഞങ്ങൾ വന്ന വണ്ടി കാണിച്ചു തന്നില്ല. നമ്മുടെ പപ്പയുടെ ഇൻഡിഗോ ആണ്. സോറി ഇന്നോ അവനെ കൊല്ലത് പറഞ്ഞത് കേട്ടാ. പിന്നെ ഫസ്റ്റ് അട്രാക്ഷൻ വന്നാൽ തന്നെ നമുക്ക് സ്വിംഗ് ഉണ്ട്, പാർക്ക്, കുട്ടികൾക്കുള്ള ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. അതെ, എനിക്കുള്ള ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. അപ്പൊ അവിടെയാണ് ഇപ്പൊ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക്. ഞങ്ങൾ കുറെ സാധനം അതിന് മുമ്പ് വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, എവിടെയാണ് ഏത് കടയിലാണ് പോയാൽ നമ്മള് സൂപ്പർ മാർക്കറ്റ് നെസ്റ്റോയിൽ പോയിട്ട് നമ്മൾ ഗ്രില്ലിനും ഗ്രിൽ ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങൾ, ബാർബിക്യൂക്ക് വേണ്ടിയുള്ള സാധനങ്ങള്, ഫുഡ് വെക്കാനുള്ള സാധനങ്ങൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ വാങ്ങിച്ചു. ഏകദേശം ഒരു 3000 രൂപയ്ക്ക് ഷോപ്പ് ചെയ്തിട്ടാണ് ഇവിടെ വന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ എത്താൻ ലേറ്റ് ആയത്. പിന്നെ ഫുഡ് അടിച്ചു. സോ അപ്പൊ ഇതെല്ലാം ആദ്യം ഞങ്ങൾ പോയിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കട്ടെ ചിക്കൻ. അത് കഴിഞ്ഞിട്ട് പുളി ചാടാനാണ് പ്ലാൻ. അപ്പൊ ഞങ്ങൾ ഒന്ന് പോയി റൂമിൽ സാധനങ്ങളൊക്കെ വെച്ച് ഫ്രഷ് ആയിട്ട് വരാം. ബൈ ബൈ.
സോ ഇവിടെ സ്വിംഗ് ഉണ്ട്, സ്ലൈഡ് ഉണ്ട്, അങ്ങനത്തെ ഉള്ള പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഹെൽപ്പ് വേണോ? ഒരു ഹെൽപ്പും വേണ്ട, ഒരു ഹെൽപ്പും എടുക്കണ്ട. വെക്കോ. ഇതാണ് എന്റെ ഐ തിങ്ക് എൻട്രി. കുറച്ച് നല്ലൊരു ഹൈറ്റിലാണുള്ളത്. സോ നമുക്ക് വ്യൂ കുറച്ചുകൂടി നല്ല വ്യൂ കിട്ടുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഒരു ചായ തോട്ടത്തിന്റെ ടീ എസ്റ്റേറ്റിന്റെ ഇടയിൽ കൂടെ വന്നത്. സോ ഐ തിങ്ക് നമുക്ക് ആ ഭാഗത്തോട്ട് അതിന്റെ വ്യൂസ് ഒക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ വന്നപ്പോ തൊട്ട് ലൈറ്റ് മ്യൂസിക് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ പറ്റുന്നുണ്ട്. ക്യാമ്പ് ഫയറിനുള്ള സ്പേസ് ആണോ? ഗ്രേറ്റ്. ബാഗും തൂക്കി വരുന്ന ശ്രീഹരി പ്രേമൻ. ഓ എന്റെ പിള്ളേര് എന്റെ എല്ലാ സാമഗ്രികളുമായിട്ട് വരുന്ന പപ്പ നാണം. അമൽജിത്ത് AK പപ്പ, കരടി AK രാഹുൽ രമേശ്. ഇത് മറ്റേ ക്യാമ്പ് ഫയർ സെറ്റപ്പ്. അതല്ല കേട്ടോ, അങ്ങനെ പുച്ഛിക്കണം. നന്നായിട്ടുണ്ട്. നമ്മൾക്ക് ഒരു ഇൻഫിനിറ്റി പൂൾ ഉണ്ട് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് വീടിന്റെ. അവിടെ നമുക്ക് നല്ല വ്യൂ കിട്ടുന്നുണ്ട്. ക്ലീനാണ് പൂളൊക്കെ. അതിന്റെ ആംബിയൻസ് തന്നെ വളരെ നന്നായിട്ടുണ്ട്. നമുക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, ഒരു സ്വിംഗ് ഉണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് നല്ലൊരു ആംബിയൻസ് ഉണ്ട്. സോ നല്ല എൻട്രി നന്നായിട്ടുണ്ട്. നല്ല ഹാളെല്ലാം നല്ല ക്ലാസ് ലുക്ക് ഉണ്ട്. നല്ല പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല ഒരു പ്രീമിയം ആയിട്ടുള്ള ഒരു ഇതാണ്. ഭയങ്കര എസ്തെറ്റിക്സ് അല്ലേ? അത് ആക്ച്വലി ഇത് മൈൻഡ് ചെയ്യണ്ട. നമുക്കൊരു വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുടിച്ചോ, ഓക്കെ, ടേസ്റ്റ് ചെയ്യും. മതി. ഇനി ഇതൊന്നറിയോ, ഒരു ഫ്രിഡ്ജ് കം, പിന്നെ നമുക്ക് കുറച്ച് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ട്. ഇത് പെയ്ഡ് ആണ്, ചാർജബിൾ ആണ്, പക്ഷെ ഒക്കെ ഉണ്ട്. പിന്നെ വൈഫൈ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. കിച്ചണിൽ ഓവൻ, പിന്നെ അത്യാവശ്യം വേണ്ട എല്ലാ യൂട്ടൻസിൽസും കിച്ചണിലുണ്ട്. ഓക്കെ, നമുക്ക് ബെഡ്റൂമിലോട്ട് പോകാം. നമ്മൾ ആക്ച്വലി ഫോട്ടോയിൽ കണ്ടതിനെക്കാട്ടിലും ബ്യൂട്ടിഫുൾ. നമ്മൾ ഫോട്ടോയിൽ കണ്ടതിനെക്കാട്ടിലും നല്ല ഒരു ഭംഗിയുണ്ട് കാണാൻ. നല്ല ഫീല് കിട്ടുന്നുണ്ട്. എസ്തെറ്റിക് ആണ്. നമ്മുടെ ഈവൻ ഫർണിച്ചേഴ്സ് ആണെങ്കിലും എല്ലാം നല്ല ഭംഗിയുണ്ട്. ലൈറ്റ് ഓ, വാഷ്റൂം, ബാത്ത് ഏരിയ. നമുക്ക് വ്യൂ ആക്ച്വലി വാവ്. അവരെന്താ ചെയ്യുന്നത്? അത് ആക്ച്വലി രണ്ടാമത്തെ റൂമിലാണ്. അവന്മാര് കയറി തന്നെ വാതിൽ അടച്ചിട്ടുണ്ട്. എന്താണ് അവിടെ പരിപാടി? ഫുൾ അലങ്കോലാക്കി. അത് കൊള്ളാട്ടാ. ഇത് പപ്പ വന്നപ്പോ തന്നെ വൃത്തിയുടെ അടിച്ച് അരനം നല്ല കിസ് അടിച്ചോണ്ടിരുന്ന അരനത്തിന് അല്ല സെയിം. ഓ, ഇവിടുത്തെ വാഷ് ബേസിൽ ലൈറ്റ് എത്തും തോന്നുന്നു. ഗൈസ്, നത്തിങ്ങിന്റെ ബ്രാൻഡാണ് തോന്നുന്നത്, കാരണം ഇതിൽ ലൈറ്റ് എത്തും. സുഖിക്കുന്നുണ്ട് അല്ലേ?
ആരെങ്കിലും ഒരാളിന്റെ കൂടെ പോവാ. എന്താ പറയണ്ടേ? ഞാൻ വരുന്നുണ്ട്. ആ കാരടി വാ. കരടി പാടുമ്പോ. ഞാൻ എന്താ പറയാ? നീ ബേസിക്കലി മുകളിലത്തെ സെക്ഷൻ ടൂർ കാണിച്ചു കൊടുക്കും. ചിക്കനെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഗൈസ്, കരടി എന്ന് വെറുതെ പറയണം. നമ്മുടെ സ്നേഹപൂർവ്വം അവന് രാഹുൽ രമേശ് എന്നാണ് അവന്റെ പേര്. അയ്യോ, വരൂ, വരൂ. വാ, കയറ്, കയറ്. ഞാൻ മോള് നോക്കാൻ ഇപ്പൊ പോയി. ഈ പേര് പറയുന്നത് നല്ലതായിരിക്കും. കരടി മോള് പോയി. ഞാൻ നല്ല മറന്നു. ആ, ഇതൊരു TV ഏരിയ ആണ് അല്ലേ? ഓ, നൈസ്. ആക്ച്വലി ഇത് ടോട്ടൽ 2 bedroom അപ്പാർട്ട്മെന്റ് അല്ല, ഒരു വീടാണ്. പക്ഷേ വില്ല ഒരു 8 പേർക്ക് വരെ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. എക്സ്ട്രാ ബെഡ് കോംപ്ലിമെന്ററി ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ദ വ്യൂ. Actually, സെറ്റിൽ തന്നെ ഉണ്ട്. ആൻഡ് ദിസ് ഈസ് ദ വ്യൂ. അല്ലടാ, അതാ പറഞ്ഞ രാവിലെ ആ സൂര്യൻ ഉദിക്കുമ്പോ ഇവിടെ ഇരുന്നിട്ട് ആ മോർണിംഗ് കോഫി ഒക്കെ ബേസിക്കലി പൊളിയാണ്. ഇതാണ് വ്യൂ. കൊള്ളാം. അവിടെ ക്യാമ്പ് ഫയറിനുള്ള സെറ്റപ്പ് ഉണ്ട് ഗൈസ്. ആ ഒരു ഭാഗത്തായിട്ട് പ്ലേ ഏരിയ. പിന്നെ നമുക്ക് ബാർബിക്യൂവിനുള്ള ഒരു ഡെഡിക്കേറ്റഡ് സ്പേസ് വരുന്നുണ്ട്. സി ഗൈസ്, ദിസ് സ്പേസ് ഈസ് ഓൺലി ഫോർ ബാർബിക്യൂ. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് ഈ ഒരു വീട് വയനാട് വൈത്തിരിയിൽ നമുക്ക് എടുത്തതാണ് ഒരു 1 ഡേക്ക്. അപ്പോൾ അത്യാവശ്യം ചില്ല് ചെയ്യാൻ പറ്റുന്നൊരു അവിടെ ഒരു ദൂരെ ഒരു വാട്ടർ ബോഡി കാണുന്നുണ്ട്. ഇറ്റ്സ് ആക്ച്വലി നൈസ്. നമുക്ക് ഈവനിങ് ഇപ്പോൾ കുറച്ച് അത്യാവശ്യം വെയിലുണ്ട് ഗൈസ്. അപ്പോൾ കുറച്ച് ഒന്ന് വെയിൽ താഴ്ന്നു കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും എന്താണെന്ന്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ട് വയനാട് കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഫസ്റ്റ് ഒരു ട്രിപ്പ്. ഇതുവരെ നമുക്ക് ട്രിപ്പൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ അതിന് സമയം കിട്ടിയില്ല, കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് നമുക്ക് വേണ്ടിയിട്ട് വയനാട് ചെറിയൊരു സ്റ്റേ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഫ്രണ്ട്സും ഉണ്ട് കൂടെ. അപ്പോൾ ഹണിമൂണൊന്നും അല്ല, ജസ്റ്റ് ഫ്രണ്ട്സുമായിട്ട്. സോ നമ്മളിപ്പോൾ ഏഡൻ ഫോഗ് എന്ന് പറയുന്ന ഒരു പ്രീമിയം വില്ല സെറ്റപ്പിലാണ്, വയനാട് വൈത്തിരിയിലാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വ്യൂ വീഡിയോസ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണാം. ആക്ച്വലി നല്ലൊരു ബേർത്ത് ആയിട്ടുള്ള സെറ്റപ്പാണ്. നല്ല വെയിലുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ചില്ലടിച്ചിട്ട് ഞങ്ങൾ വരാം. ഓക്കെ ഗൈസ്, ബൈ.